ഹായ്, ഇന്നത്തെ പ്രിപ്പറേഷൻ ഒരു ചക്കേൻ്റെ മടൽ ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. നമ്മൾ ആ മുള്ളുള്ള ഭാഗവും അതുപോലെ ആ ഞാര് പോലത്തെ ഭാഗവും മാറ്റിയിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള പച്ച ചക്കയുടെ ആ പഞ്ഞിയായിട്ടുള്ള ഭാഗം, ഞങ്ങളവിടെ മടലെന്ന് പറയും, അതെടുക്കുക. അത് കട്ട് ചെയ്ത് നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുഴച്ചതിന് ശേഷം അതൊന്ന് ജസ്റ്റ് പൊരിച്ചെടുക്കുകയാണ്. നല്ല ഡീപ്പായിട്ട് ഫ്രൈ ആവണ്ട, ചെറിയ രീതിയിലൊന്ന് പൊരിച്ചെടുക്കുക. അത് ഞാൻ പൊരിച്ചെടുത്തത് ഒരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അതേ വെളിച്ചെണ്ണയിൽ കുറച്ച് സവോളയും അതുപോലെ പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് വാട്ടിയെടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലപോലെ വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. കുറച്ച് വേപ്പില ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഇത് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് അതിൻ്റെ പച്ചപ്പ് പോണപ്പോൾ വരെ ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മിൻറ്റിൻ്റെ ലീഫ് പൊട്ടിച്ചിടാം. ഇപ്പോൾ വീട്ടിലുള്ള കാരണം ഞാനത് പൊട്ടിച്ചെടുത്ത് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് തക്കാളി അരിഞ്ഞത്, തക്കാളി ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചക്കമടൽ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് മസാലപ്പൊടിയാണ്, പൊടിച്ചെടുത്ത മസാലപ്പൊടി ചേർക്കുന്നത്. നിങ്ങൾക്ക് ചിക്കൻ മസാല എന്താ വെച്ച് ചേർക്കാം. ഇത് മസാല എല്ലാം ചേർത്ത് ഒന്ന് തക്കാളിക്കൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. കണ്ടില്ല, നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വറുത്തെടുത്ത ചക്കമടൽ ചേർക്കാം. ഇത്രയേ ഉള്ളൂ പ്രിപ്പറേഷൻ. എല്ലാവരും ചെയ്ത് നോക്കാം.